സംസാരിക്കാനായി പിതാവിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സ്നേഹമുള്ള അഭിവന്യ പിതാക്കന്മാരെ, 127ാമത് അതിരൂപതാ ദിനത്തിന്റെ മുഖ്യ അതിഥിയായിട്ട് ഇവിടെ സന്നിഹിതനായിരിക്കുന്ന നമുക്കൊക്കെ പ്രിയങ്കരനും ഏറെ ആദരണീയനുമായിട്ടുള്ള സുപ്രീം കോടതി ജഡ്ജ് ജസ്റ്റിസ് കുര്യൻ ജോസഫ്, സ്നേഹമുള്ള ജനറലാധ്യക്ഷന്മാരെ, പ്രൊവിൻഷ്യൽ സുപ്പീരിയേഴ്സ്, സ്നേഹമുള്ള സഹോദര വൈദികരെ, വേദിയിലെ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യരായിട്ടുള്ള അവാർഡ് ജേതാക്കളെ, കൈക്കാരന്മാരെ, പാസ്റ്ററൽ കൗൺസിൽ അംഗങ്ങളെ, ബ്രദേഴ്സ്, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സംഘടനാ ഭാരവാഹികളെ, കുടുംബ കൂട്ടായ്മ പ്രതിനിധികളെ, സഹോദരീ സഹോദരങ്ങളെ, ചിന്ന റോമയിലെ ഒല്ലൂരിലെ പ്രിയങ്കരായിട്ടുള്ള സഹോദരി സഹോദരങ്ങളെ, ഞാനിപ്പോ വളരെ അപൂർവമായിട്ട് തൃശ്ശൂരിലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ന് 2 പ്രാവശ്യം ഞാൻ അഭിസംബോധന ചെയ്യുകയാണ്. വളരെ കുറവ് മാത്രം ഇവിടെ സംലഗ്നനാകുന്നതില് താഴ്ത്തുപിതാവ് എന്നെ കൂടുതൽ ഉപയോഗിക്കുകയാണെന്ന് എനിക്ക് തോന്നണേ. ഈ 2ാമത്തെ പ്രാവശ്യം വീണ്ടും നിങ്ങളെ അഭിസംബോധന ചെയ്ത് നിങ്ങൾക്ക് സ്വാഗതം പറയാൻ എന്നെ ഏൽപ്പിച്ചതില് ഞാൻ പിതാവിനോട് ഒരുപാട് കടപ്പാടും കൃതജ്ഞതയും അറിയിക്കുകയാണ്. നമ്മുടെ തൃശ്ശൂർക്കാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മാസമാണ് മെയ് മാസം. ഈ മെയ് മാസം അവസാനത്തില് എനിക്ക് തോന്നുന്നു കേരളത്തിൽ വേറെ ഒരിടത്തും ഇല്ലാത്തതുപോലെ നമുക്ക് മാത്രം പ്രത്യേകതയുള്ള ഒരാഘോഷമാണ് വണക്കമാസം കാലം കൂടുക. ചക്കയും പൊരിയും പാച്ചോറൊക്കെ ആയിട്ട് അമ്മയും മക്കളും കുടുംബാംഗങ്ങളൊക്കെ ഒന്നിച്ചു കൂടുന്ന ഒരു സദസ്സ്. ആ സദസ്സ് പോലെയാണ് ഇന്നത്തെ ഈ അതിരൂപതാ സംഗമത്തെ ഞാൻ കാണുന്നത്. ഇവിടെ അന്യരോ അപരിചിതരോ ആരും തന്നെയില്ല. വേദിയും സദസ്സും കുടുംബാംഗങ്ങളാൽ സമൃദ്ധമാണ്. ഇവിടെ ആർക്കും സ്വാഗതമോ ആർക്കും ആശംസകളോ ഒന്നും ആവശ്യമില്ല. ഈ കുടുംബ സംഗമത്തിലെ ഔപചാരികയുടെ പേരില് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ആശംസിക്കാൻ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇക്കൊല്ലം നമുക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. തൃശൂർ പട്ടണത്തിലേക്ക് ശക്ത തമ്പുരാൻ ക്രൈസ്തവരെ ഈ പട്ടണത്തിന്റെ വികസനത്തിന് വേണ്ടി കൊണ്ടുവന്ന 52 കുടുംബങ്ങൾ, ഒല്ലൂര്, അരനാട്ടുകര, കൊട്ടേക്കാട് തുടങ്ങിയ സ്ഥലങ്ങൾ. 1814 അന്നത്തെ തമ്പുരാന്റെ കൽപ്പന പ്രകാരം വലിയ പുള്ളി ആരംഭിച്ചിട്ട് 200 കൊല്ലമാകുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ഉപ്രാസ്യമ്മ വിശുദ്ധത ഗണങ്ങളിലേക്ക് ഉയർത്തപ്പെടുന്നു. തിരുക്കുടുംബ സന്യാസിനി സമൂഹം ആരംഭിച്ചിട്ട് 100 വർഷങ്ങൾ പൂർത്തിയാകുന്നു. നമ്മുടെ അഭിമന്യ പിതാവ് അഖിലേന്ത്യാ മെത്രാൻ സമിതിയുടെ വൈസ് പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നു. നമ്മുടെ അതിരൂപതയിൽ നിന്ന് ബോസ്കോ പിതാവ് ഓസ്ട്രേലിയ മെൽബണിലെ മെത്രാനാകുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ട സഹായ മെത്രാൻ അപ്പസ്റ്റോലിക് വിസിറ്റേറ്റർ ആകുന്നു. നമ്മുടെ 2 പിതാക്കന്മാരെ ജലന്ധറിലെ ഫ്രാങ്കോ പിതാവും അലഹബാദിലെ മംഗളി പിതാവും ഇടയന്മാരുടെ ദൗത്യം ഏറ്റെടുക്കുന്നു. നമ്മുടെ ധാരാളം വൈദികരെ ജൂബിലി ആഘോഷിക്കുന്നു. ധാരാളം സമർപ്പിതരെ ജൂബിലി കൊണ്ടാടുന്നു. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ധാരാളം സന്തോഷങ്ങള്. ഈ സന്തോഷങ്ങളൊക്കെ ഈ കൊല്ലം വണക്കമാസമായിട്ട് കാലം കൂടുന്ന സന്ദർഭമാണ് ഈ വലിയ സംഗമം. ഈ സംഗമത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം
സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും സ്വാഗതം. അഭിമന്യ പിതാവ് നമുക്ക് ശക്തനായ നേതാവാണ്. തൂങ്കുഴി പിതാവ് നമുക്ക് പ്രിയപ്പെട്ട കാരണവരാണ്. പാസ്റ്റർ പിതാവ് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നല്ല സമറായക്കാരനും വീട്ടുകാരനുമാണ്. എല്ലാ പിതാക്കന്മാരെയും ഒറ്റ വാക്കിലെ ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജസ്റ്റിസ് കുര്യൻ ജോസഫ് ജന്മം കൊണ്ട് കാലടിക്കാരനാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി കൊണ്ട് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ ബ്ലഡ് ഗ്രൂപ്പ് തൃശ്ശൂരാണ്. ഇത്ര സൗമ്യനായിട്ടുള്ളൊരു മനുഷ്യൻ, ഇത്ര സ്വീകാരനായിട്ടുള്ളൊരു മനുഷ്യൻ, എനിക്ക് തോന്നുന്ന ആലുവ പുഴയ്ക്കപ്പുറത്ത് അങ്ങനെ ഉണ്ടോ? ഒരുപക്ഷെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ജസ്റ്റിസ് കുര്യൻ ജോസഫിന് 3 മക്കളാ. ഒരു പെൺകൊച്ചിനെ തൃശ്ശൂരിലേക്ക് കെട്ടിച്ചു. ആൺകൊച്ചി കല്യാണം കഴിച്ചപ്പോ തൃശ്ശൂരിൽ നിന്ന് കെട്ടിക്കൊണ്ടുപോയി. ഒരാളെ തൃശ്ശൂർ അന്വേഷിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് മാത്രം എറണാകുളത്ത് നിന്ന് ഒരു ബന്ധത എടുത്തു. അദ്ദേഹം എന്തുകൊണ്ട് തൃശ്ശൂർക്കാരനെ പോലെയാണ്. നമുക്ക് വളരെ പ്രിയങ്കരനായിട്ടുള്ള ജസ്റ്റിസ് കുര്യൻ ജോസഫ്. ഒരുപക്ഷെ ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്, നമ്മുടെ ക്രൈസ്തവ സാന്നിധ്യം സാക്ഷ്യമാകുന്ന സന്ദർഭങ്ങൾ, അതാണല്ലോ സഭയുടെ സുവിശേഷവൽക്കരണം. അദ്ദേഹം 979 വക്കീലായിട്ട് തുടങ്ങിയതാണ്. 87 ഗവൺമെന്റ് ലീഡറായി, 94 അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായി, 2000 അദ്ദേഹം ഹൈക്കോടതിയിലെ ജഡ്ജിയായി, 2010 അദ്ദേഹം ഹിമാചൽ പ്രദേശിലെ മുഖ്യ ന്യായാധിപനായി. അദ്ദേഹത്തിന്റെ തേരോട്ടം ഇന്ന് ഭാരതത്തിന്റെ സുപ്രീം കോടതിയിലാണ്. ദൈവം നിശ്ചയിക്കുന്നത് എങ്ങനെയാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഒരു കത്തോലിക്കൻ ഭാരതത്തിന്റെ മുഖ്യ ന്യായാധിപനാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. താൻ കൈത്തൊട്ട മേഖലകളിലൊക്കെ തന്നെ തന്റെ സാന്നിധ്യം ക്രൈസ്തവ സുവിശേഷത്തിന്റെ സാക്ഷ്യമാണെന്ന് മറകൂടാതെ ജീവിതം കൊണ്ട് തെളിയിക്കുന്ന ജസ്റ്റിസ് കുര്യൻ ജോസഫിനേക്കാൾ വലിയൊരു സാന്നിധ്യം ഈ അതിരൂപതാ ദിനത്തിൽ നമുക്കുണ്ടാകാനില്ല. നമ്മൾ ക്ഷണിച്ചപ്പോ നിറഞ്ഞ ഹൃദയത്തോടെ അദ്ദേഹം സ്വീകരിച്ചു. നമ്മോടൊത്ത് അദ്ദേഹം ആയിരിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ അതിരൂപതാ ദിനത്തിന്റെ കിരീടധാരണമാണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യം. സ്നേഹത്തോടെ ഏറെ ആദരവോടുകൂടെ ജസ്റ്റിസ് കുര്യൻ ജോസഫിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ MLA MP വിൻസെന്റ്, നമ്മുടെ മേയർ രാജൻ പല്ലൻ, അവരൊക്കെ ഞാൻ സ്വാഗതം പറഞ്ഞാൽ ഇത് കഴിയുമ്പോൾ അവരെന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കും. ഞാനതുകൊണ്ട് അതിന് മുതിരുന്നില്ല. അവർ നമ്മുടെ സ്വന്തമാണ്. ഒരുപക്ഷെ അവരായിരിക്കുന്ന സ്ഥാനങ്ങള് അവരെ വഹിക്കുന്നത് തന്നെ നമ്മുടെ നാട്, നമ്മുടെ സമുദായത്തോട് കാണിക്കുന്ന പരിഗണനയ്ക്ക് അടയാളമാണ്. അവരായിരിക്കുന്ന സ്ഥാനങ്ങളിലും അവർ പ്രവർത്തിക്കുന്നത് എല്ലാവർക്കും വേണ്ടിയാണെങ്കിലും നമ്മുടെ കൂടെ പ്രതിനിധികളായിട്ടാണ്. രണ്ടുപേരെയും ഞാൻ ഏറെ സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. ഈ ഒല്ലുകാരെ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു പ്രയോഗമാണ് ചിന്നറോമ. അത് കേട്ടാലേ അവർക്ക് സുഖമുള്ളൂ. അത് സത്യവുമാണെന്ന് എനിക്ക് തോന്നി. ഇത്ര വലിയൊരു ഇടവക നമ്മൾ അതിരൂപത്തിൽ വേറെ ഏതാ ഉള്ളത്? ഈ 127ാമത് രൂപതാ ദിനം ഇവിടെ വെച്ച് നടത്താൻ നമ്മൾ തീരുമാനിച്ചപ്പോ ആദ്യത്തെ മീറ്റിംഗ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ആണ്ടുപിതാവിന് വലിയ അസ്വസ്ഥതയായിരുന്നു. ഇത് എവിടെ കൊണ്ടേ അവസാനിക്കുമെന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നേ നമ്മുടെ രൂപത കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല രൂപതാ ദിനാഘോഷം ഒല്ലുകാരെ ഇന്ന് ഒരുക്കിയിട്ടുണ്ട്.
കഴിഞ്ഞ കുറെ ദിവസമായിട്ട് തന്നെ ഇവിടെ രൂപതാ ദിനത്തിന്റെ ആരവവും ആഘോഷവുമായിരുന്നു. 4 ദിവസമായിട്ട് ഇവിടെ കൺവെൻഷൻ, യുവജന സംഗമം, ഇന്നലെ യുപ്രാസ്യമയുടെ കബറടത്തിൽ നിന്ന് ദീപശിഖ പ്രയാണം, ഇന്ന് നടത്തിയ വിശുദ്ധ ബലി, തുടർന്ന് നടക്കുന്ന മീറ്റിംഗ്, നമുക്കൊരുക്കിയ വിഭവസമൃദ്ധമായിട്ടുള്ള വിരുന്ന്, അതെനിക്ക് തോന്നുന്ന ഒല്ലൂർക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ. ഒല്ലൂർത്തെ വികാരിയച്ഛൻ, ഒല്ലൂരിലെ കൈക്കാരന്മാര്, സംഘടനാ ഭാരവാഹികള്, അവിടുത്തെ കുടുംബ കൂട്ടായ്മ പ്രതിനിധികള്, പ്രതിനിധി യോഗാംഗങ്ങള്, എല്ലാവരെയും അതിരൂപതയുടെ നാമത്തില് ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഒല്ലൂരെ ഫൊറോനയുടെ നേതൃത്വം നടത്തിയപ്പോൾ കണ്ടൊരു പ്രത്യേകത, ഒല്ലൂർ ഫൊറോനിലെ എല്ലാ പള്ളികളും ഇതിലെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചിട്ടുണ്ട്. തെക്കേക്കടച്ചിന്റെ സാന്നിധ്യം, പോളറക്കിളിച്ചന്റെ സാന്നിധ്യം, ഒല്ലൂർ ഫൊറോനയിലെ മറ്റ് വൈദികരുടെ സാന്നിധ്യം. ഞാൻ അത് ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ അതിരൂപതയിലെ വൈദിക കൂട്ടായ്മയുടെയും അതുപോലെ തന്നെ ദൈവജന കൂട്ടായ്മയുടെയും ഒക്കെ ഒരു മകുട ഉദാഹരണമാണ്. ഇത് ഒല്ലൂക്കാരുടെ സ്വകാര്യ ആഘോഷമാക്കി മാറ്റാതെ ഈ ഫൊറോനിലെ എല്ലാ പള്ളികളെയും കൂട്ടിച്ചേർത്ത് ഇവിടെ ചെയ്തിട്ടുണ്ട്. നന്ദിയോടുകൂടെ ഈ ഫൊറോനിലെ എല്ലാ വൈദികരെയും സന്യസ്തരെയും സമർപ്പിതരെയും അൽമായരെയും ഒക്കെ ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ അതിരൂപതയിലെ വൈദികരെ, സമർപ്പിതരെ, പാസ്റ്റൽ കൗൺസിൽ അംഗങ്ങള്, സംഘടനാ ഭാരവാഹികള്, കുടുംബ കൂട്ടായ്മ ഭാരവാഹികള് എല്ലാവരും ഇവിടെ ഉണ്ട്. നമ്മുടെ അതിരൂപതയാകുന്ന കുടുംബത്തിന്റെ ഒരു പരിച്ഛേദമാണ് ഈ സദസ്സും ഈ വേദിയും. ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിന്റെ കെട്ടുറപ്പും ശക്തിയും ബലവുമാണ് ഈ കൂട്ടായ്മ. ഞാൻ വേറെ പ്രത്യേകിച്ച് അകമ്പടികളൊന്നും തന്നെയില്ലാതെ നമ്മളെല്ലാവരെയും ഹൃദയപൂർവ്വം ഒറ്റ വാക്കില് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരെയും പുരസ്കാരം ഏറ്റുവാങ്ങുന്ന 6 വ്യക്തികൾ, ഒരുപക്ഷെ പുരസ്കാര കമ്മിറ്റിയുടെ മുൻപില് ഒരു ഭാരിച്ച ഉത്തരവാദിത്തമായിരുന്നു എങ്ങനെയാണത് നിശ്ചയിക്കേണ്ടത് എന്ന്. അവസാനം ഇനിയും പുരസ്കാരങ്ങൾ കൊടുക്കാൻ നമുക്ക് അവസരങ്ങളുണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസത്തോടു കൂടിയിട്ടാണ് ഈ 6 പേരിലേക്ക് ഞങ്ങൾ ഒതുക്കിയത്. ഈ 6 പേരും നമുക്ക് വളരെ ആദരണീയവരും പ്രിയപ്പെട്ടവരും മാതൃകകളുമാണ്. ഒരു ജീവിതം മുഴുവൻ വൈദിക വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ ഒരു താപസന്റെ ആത്മസമർപ്പണത്തോടുകൂടെ ജീവിതം ഹോമിച്ച ഏറെ പ്രിയങ്കരനായിട്ടുള്ള ഒരു ഗുരുബോധനാണ് ഇവിടെ ഇരിക്കുന്ന മിക്കവാറും കോട്ടയം സെമിനാരിൽ പഠിച്ച എല്ലാ വൈദികരെയും ഗുരുബോധനാണ് പ്രിയങ്കരനായിട്ടുള്ള പോൾ മാറോക്കിയച്ഛൻ. ഒരുപക്ഷെ ഒരുപാട് വൈകിയാണെങ്കിലും മാറോക്കിയച്ഛന് അതിരൂപത 2014 അതിരൂപത ദിനത്തിൽ പുരസ്കാരം കൊടുക്കുമ്പോൾ അത് അതിരൂപതയിൽ അഭിപ്രായ വ്യത്യാസമില്ലാതെ സർവരും സ്വീകരിക്കുന്ന ഒരു അംഗീകാരമാണ്. പ്രിയങ്കരനായിട്ടുള്ള മാറോക്കിയച്ഛനെ ഹൃദയപൂർവ്വം സ്വാഗതം. സിസ്റ്റർ മേരി തൃശൂർക്കാരൻ, ഉണ്ണി സിസ്റ്റർ എന്ന് പറഞ്ഞാൽ സിസ്റ്റർ അറിയുള്ളൂ. 44 വർഷക്കാലം ക്രിസ്റ്റീന ഹോമിലെ പ്രസവിച്ചു വീഴുന്ന കുട്ടികളെ ഏറ്റുവാങ്ങുകയും അവരെ വളർത്തി വലുതാക്കുകയും ചെയ്യുന്നൊരു ശുശ്രൂഷ 44 കൊല്ലത്തിൽ ഒരിക്കൽ പോലും സിസ്റ്റർ മാറ്റിയിട്ടില്ല. മാറ്റാൻ പകരം വെക്കാൻ മറ്റൊരാളില്ലാത്തത് കൊണ്ടാണ്. ഒരിക്കൽ പോലും പ്രസവിക്കാത്ത, അതേസമയം തന്നെ ഈ അതിരൂപയിൽ ഏറ്റവും കൂടുതൽ പ്രസവങ്ങൾ കൈകൊണ്ട് ഏറ്റുവാങ്ങാൻ ഭാഗ്യം കിട്ടിയ ഒരു പെണ്ണമ്മ സിസ്റ്റർ മേരി തൃശൂർക്കാരൻ SND സന്യാസിനി സമൂഹത്തിൽ അംഗമാണ്. ഇന്ന് സമർപ്പിതരുടെ ഭാഗത്തു നിന്ന് അവാർഡിന് തെരഞ്ഞെടുക്കപ്പെട്ട പ്രിയങ്കരിയായിട്ടുള്ള ഉണ്ണി സിസ്റ്ററെ ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. തൃശൂർ പൂരത്തിന്റെ പെരുമ പോലെ തോമസ് മാഷിന്റെ പ്രശസ്തി നാടില് പുകൾപ്പെട്ടതാണ്.
മാഷ അറിയാത്തവരാരുമില്ല. പക്ഷെ മാഷയുടെ വലിയൊരു പ്രത്യേകതയുണ്ട്. പരസ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ആൾക്കൂട്ടത്തിന് വേണ്ടിയിട്ടോ മൂല്യങ്ങളിൽ കടുകിട വിടാതെ താൻ വിശ്വസിക്കുന്ന ആദർശങ്ങള് ഉറച്ച് പ്രഖ്യാപിക്കുന്ന ഒരു വ്യക്തിത്വം. ഒരുപക്ഷെ മാഷ് കാലഘട്ടത്തിന്റെ വെല്ലുവിളികൾക്ക് പ്രത്യുത്തരം നൽകിയ ഒരു വ്യക്തിയാണ്. നവസുവിശേഷവൽക്കരണം എന്ന വാക്കിന്റെ അർത്ഥം പുതിയ പ്രതിസന്ധികളിലെ പുതിയ സാധ്യതകൾ കണ്ടെത്തുക എന്നുള്ളതാണ്. വിദ്യാഭ്യാസത്തിന്റെ നവോമണ്ഡലത്തിലെ ക്രൈസ്തവ സാന്നിധ്യത്തിന് പുതിയ സാധ്യതകൾ കണ്ടെത്താൻ മാഷ് നടത്തിയ ഒരു ആത്മസമർപ്പണമുണ്ട്. ആത്മസമർപ്പണം ഒരു ത്യാഗീയ വര്യന്റെ ആത്മസമർപ്പണമാണ്. മാഷയുടെ കയ്യിലൂടെ കടന്നുപോയ പണം, മാഷയുടെ കയ്യിലൂടെ കടന്നുപോയ കുട്ടികള്, ഇതെല്ലാം ഒഴുകുന്ന ജലം പോലെ മാഷ് കണ്ടു. അതൊന്നും കയ്യിന്റെ ഉൾവെള്ളയില് കൂട്ടിപ്പിടിക്കേണ്ടതല്ലെന്ന് മാഷ് തിരിച്ചറിഞ്ഞു. മാഷ് നടത്തിയ സഹായങ്ങള്, മാഷ് കൊടുത്തിട്ടുള്ള കരം കൊടുക്കലുകള്, അതിനൊന്നും പരസ്യങ്ങളോ അതിനൊന്നും അംഗീകാരങ്ങളോ മാഷ് ആഗ്രഹിക്കുന്നില്ല. വളരെ വിനീതനാണെങ്കിലും താൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനങ്ങളിൽ, താൻ വിശ്വസിക്കുന്ന മൂല്യങ്ങളിലെ അടിയുറച്ച് ജീവിക്കുന്ന PC തോമസ് മാസ്റ്റർക്ക് രൂപതയുടെ ഈ അംഗീകാരം കൊടുക്കാൻ കഴിഞ്ഞതില് രൂപതയ്ക്കുള്ള അഭിമാനവും ആനന്ദവും അറിയിച്ചുകൊണ്ട് മാസ്റ്റർ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കത്തോലിക്ക സഭയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. എന്നാൽ കത്തോലിക്ക സഭയ്ക്ക് എന്നും കർത്താവ് പറയുന്നത് ഒരു കുറവുണ്ട്. സഭയ്ക്ക് കണക്കില്ല. കണക്കുകളില്ലാത്തൊരു സഭയാണ്. എല്ലാം നല്ല കാര്യങ്ങളാണ്, എല്ലാം ഔദാര്യമാണ്. അതുകൊണ്ട് തന്നെ കണക്കിന്റെ കാര്യത്തില് നമ്മൾ ശ്രദ്ധാലുക്കളല്ല. എന്നാൽ ഇന്ന് രൂപതയിലെ കണക്കുകളുടെ ഒരു ലോകം വളരെ വലിയൊരു ലോകമായിട്ട് മാറിക്കഴിഞ്ഞു. രൂപതയെ ഇന്ന് കാണുന്ന വിധത്തിലെ കണക്കുകളിലെ അക്കൗണ്ടിംഗ് സിസ്റ്റം, അതിലൊക്കെ ചിട്ടപ്പെടുത്താനായിട്ട് രൂപതയുടെ സാമ്പത്തിക ഇടപാടുകളിൽ സുതാര്യത ഉണ്ടാക്കാൻ, ആ ഇടപാടുകള് വിശ്വസനീയമാക്കാൻ, രൂപതയുടെ പണം എങ്ങനെ ഉപയോഗിക്കണമെന്ന്, അത് ഉപയോഗിക്കുമ്പോൾ എത്ര സുതാര്യമായിരിക്കണം, എത്ര ഉത്തരവാദിത്വപൂർണമാകണമെന്ന് രൂപതയെ പഠിപ്പിച്ച രൂപതയുടെ ഒരു അധ്യാപകനാണ് പ്രിയങ്കനായ ചാർട്ടേഡ് അക്കൗണ്ട് ജോസ് പോട്ടോക്കാരൻ. തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് പോലെ ചിരിക്കുകയും എല്ലാ സന്തോഷങ്ങളിലെ ഉൾച്ചേരുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ, എന്നും സഭയെ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന സഭയുടെ ഒരു അഭ്യുതകാംക്ഷയാണ്. ജോസ് പോട്ടോക്കാരൻ ചെയ്തിട്ടുള്ള നിരവധിയായ സേവനങ്ങൾ. ഒരുപക്ഷെ ഞങ്ങള് ജോസ് പോട്ടോക്കാരനെ അവാർഡിന്റെ അംഗീകാരത്തിന് തെരഞ്ഞെടുക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ തോന്നി, ഇനിയും വൈകിയാലേ കിട്ടുമോ എന്ന്. അദ്ദേഹത്തിന് ആയുരാരോഗ്യങ്ങൾ നേർന്നിട്ട് ഒരുപാട് സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യാൻ എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങളൊരു പക്ഷെ വിശ്വസിക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല, 40 ലക്ഷം സിറോ മലബാർ കത്തോലിക്കരാണുള്ളത്. അതിലേകദേശം 14 ലക്ഷം പ്രവാസികളാണ്. ഈ 14 ലക്ഷത്തില് ശതമാനക്കണക്കെടുത്താല് ഏറ്റവും കൂടുതൽ പ്രവാസികള് തൃശൂർക്കാരാണ്. അത് ഗൾഫിലാണെങ്കിലും നോർത്ത് ഇന്ത്യയിലാണെങ്കിലും ബാംഗ്ലൂരിലും ചെന്നൈയിലും കല്യാണിലും ഒക്കെ ആണെങ്കിലും തൃശൂർക്കാരുടെ പ്രവാസികളുടെ ലോകം ഒരു വലിയ ലോകമാണ്. ഒരു മാർപ്പാപ്പ എന്നെ പ്രവാസികൾക്ക് ഇടയനായിട്ട് വെക്കാൻ എന്റെ യോഗ്യതകളെക്കാൾ കൂടുതൽ തൃശൂർക്കാരോട് തോന്നിയ അനുകമ്പയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ പ്രവാസികളുടെ ലോകത്തിലെ ധാരാളം മിടുക്കന്മാരായിട്ടുള്ള നാട്ടുകാരുണ്ട്. അതിലൊരാളാണ് ഡേവിസ് എടക്കളത്തൂർ. അദ്ദേഹം പെരുങ്ങോട്ടുകര ഇടവക്കാരനാണ്. ഒരു സാധാരണ കുടുംബത്തിലെ ജനിച്ച ഒരു സാധാരണ മനുഷ്യൻ. ഇവിടുത്തെ സംഘടനകളിലൊക്കെ പ്രവർത്തിച്ചു വലുതായവൻ. അപ്പനും അമ്മയും നട്ടെല്ല് പൊട്ടി പണിയെടുത്ത് കുടുംബം പോറ്റി
അവര് ഒരു സാധ്യത വന്നപ്പോൾ ഗൾഫിലേക്ക് ചിറക് വെച്ച് പറന്നു. ഇന്ന് ദോഹയിലെ ഖത്തറിലെ വലിയൊരു ബിസിനസ്മാനാണ് ഡേവിസ് എടക്കുളത്തൂര്. പണം പെരുകുമ്പോൾ മനുഷ്യന് പിശുക്ക് കൂടാറാണ് പതിവ്. പണം പെരുകുമ്പോഴും താൻ കടന്നു വന്ന വഴികളും താൻ കടപ്പെട്ട സമൂഹവും മറക്കാതെ ഓർക്കുകയും ഹൃദയത്തിൽ അവരെ എന്നും കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്ന ഡേവിസ് എടക്കുളത്തൂര് പ്രവാസികളുടെ ലോകത്തിൽ നിന്ന് അവാർഡിന് തെരഞ്ഞെടുക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ പുണ്യം കൊണ്ടും അദ്ദേഹത്തിന്റെ ജീവിത സുഹൃതം കൊണ്ടുമാണ്. ഒരുപാട് ആദരവോടുകൂടെ ഡേവിസ് എടക്കുളത്തൂരിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട്, സോറി, ഞാനത് മേരി ടീച്ചറെ ഞാൻ മറന്നുപോയി. ഒരുപക്ഷെ ഈ കാനായിലെ കല്യാണ വിരുന്ന് പോലെയാണത്. കല്യാണ വിരുന്നില് വീഞ്ഞെ പകർന്നു നോക്കിയ കലവറ പ്രമാണി ചോദിച്ചു, ഈ മേട്ടരെ വീഞ്ഞ് എവിടെ നിന്ന്? ഒരുപക്ഷെ മണവാളനോട് കലവറ പ്രമാണിക്ക് ഒരു പരാതി ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും നല്ല വീഞ്ഞ് ആദ്യം കൊടുക്കും. ആളുകൾക്ക് തലയ്ക്ക് ലഹരി പിടിക്കുമ്പോ താഴ്ന്ന തരം. ഈ നല്ല വീഞ്ഞ് എവിടെ നിന്ന് എന്ന ചോദ്യം വിശുദ്ധ ഗ്രന്ഥത്തിൽ അതിനൊരു മറുപടിയുണ്ട്. വെള്ളം കൂരിയ പരിചാരകർക്കല്ലാതെ മറ്റാർക്കും അതറിയാൻ പാടില്ല. കഴിഞ്ഞ 56-57 വർഷങ്ങളായിട്ട് ഈ ഒല്ലൂർ പ്രദേശത്ത് സഭയുടെ കൽഭരണികള് വക്കുവോളം നിറയ്ക്കാൻ വെള്ളം കോരിയ സഭയുടെ ഒരു വിശ്വസ്തയായ പരിചാരികയാണ് എം.ആർ. മേരി ടീച്ചർ. ടീച്ചറ് പഠിപ്പിച്ച കുട്ടികളുടെ എണ്ണം, ടീച്ചറെ ഒരുക്കിവിട്ട വൈദിക വിദ്യാർത്ഥികളുടെ നമ്പർ, ടീച്ചറ് വഴിതെറ്റി പോയവർക്ക് കൊടുത്ത കരം. പക്ഷെ ടീച്ചറിന്റെ ഒരു വലിയ പ്രത്യേകത, സഭയ്ക്ക് ചെയ്ത ഒരു ശുശ്രൂഷയ്ക്കും ഇന്ന് വരെ ഒരു നയാ പൈസ പ്രതിഫലം വാങ്ങിച്ചിട്ടില്ല. ഒരിക്കൽ പോലും. ഈ ഒല്ലൂര് പള്ളിയിൽ നിന്ന് പനംകുട്ടിച്ചിറ പള്ളി ഏഞ്ചൽ നഗറായിട്ട് മാറിയപ്പോൾ അവിടെയും പള്ളിയുടെ ഓഫീസില് കാവൽമാലാകയാണ്. പക്ഷെ സിസ്റ്റർ ഒരിക്കലും പാരിതോഷികമോ പ്രതിഫലമോ വാങ്ങിച്ചിട്ടില്ല. വിഭവങ്ങള് വിരുന്നശാലയിൽ ഒരുക്കി വെച്ചിട്ട് അടുക്കളയുടെ പിന്നാമ്പുറത്തേക്ക് മാറി നിൽക്കുന്ന ഒരു അമ്മ, അത് നമ്മുടെ കുടുംബങ്ങളിലെ ഒരു സാധാരണ കാഴ്ചയാണ്. കത്തോലിക്ക സഭയുടെ അടുക്കളയിലെ വിഭവങ്ങൾ ഒരുക്കി മാറി നിൽക്കുന്ന ഒരു അമ്മയുണ്ടെങ്കിൽ അത് മേരി ടീച്ചറാണ്. മേരി ടീച്ചറെ വിട്ടുപോയതിൽ ഞാൻ എന്റെ തിരക്ക് കൊണ്ട് ഞാൻ കള്ളാസ് മറച്ചതാണ്. ഒരുപാട് ആദരവോടുകൂടെ മേരി ടീച്ചറിന്റെ വലിയ സുഹൃത്തുക്കളെ ഓർത്ത് തമ്പുരാനെ നന്ദി പറഞ്ഞുകൊണ്ട് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു വെരി മച്ച്. ഹൃദ്യമായ ഭാഷയിൽ ഏവർക്കും സ്വാഗതം ആശംസിച്ച മാർ റാഫേൽ തട്ടിൽ പിതാവിനെ ഹൃദയം നിറഞ്ഞ നന്ദി. തൃശൂർ അതിരൂപതയുടെ വലിയ ഇടയൻ മാർ ആൻഡ്രൂസ് താഴത്ത് അതിരൂപതയുടെ സർവോത്കൃഷ്ടമായ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടി തന്റെ ജീവനും ജീവിതവും ഒഴിഞ്ഞുവെച്ചിരിക്കുന്ന ഒരു പിതൃവാത്സല്യത്തിന്റെ ഉടമയാണ് അഭിമന്യ പിതാവ്. ഏതൊരു കനത്ത പ്രതിസന്ധിയെയും പ്രാർത്ഥനയുടെ ഉൾക്കരുത്തോടും ആത്മബലത്താലും നേരിട്ട് ഉറച്ച തീരുമാനങ്ങളിൽ പദമുറപ്പിക്കാൻ പിതാവിനെ പലപ്പോഴും കഴിഞ്ഞിട്ടുണ്ട്. ഈ അതിരൂപതാ ദിനത്തിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവിനെ അധ്യക്ഷ പ്രസംഗത്തിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഓണറബിൾ ജസ്റ്റിസ് കുര്യൻ ജോസഫ്, അഭിമന്യ തൂങ്കുഴി പിതാവ്, പാസ്റ്റർ പിതാവ്, തട്ടിൽ പിതാവ്, നമ്മുടെ MLA, നമ്മുടെ മേയർ, വികാരിയച്ച,
ഇന്ന് പുരസ്കാരം സ്വീകരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പാസ്റ്റർ കൌൺസിൽ സെക്രട്ടറി, മറ്റു വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വൈദികരെ, സന്യസ്തരെ, പ്രിയപ്പെട്ടവരെ, അതിരൂപതാ ദിനത്തിന് അതിമനോഹരമായ രീതിയിൽ ആമുഖ പ്രഭാഷണവും സ്വാഗതവും നൽകി തട്ടിൽപിതാവ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനി മറ്റു അധികം കാര്യങ്ങളൊന്നും പറയേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ തട്ടിൽപിതാവ് പറഞ്ഞതിന്റെ മുമ്പിൽ ആമേൻ എന്ന് പറഞ്ഞാൽ ഏകദേശം എല്ലാം ശരിയായി എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തട്ടിൽപിതാവിനോട് ചേർന്ന് ഇവിടെയുള്ള എല്ലാ വൈദികരോടും സന്യസ്തരോടും അതിരൂപത അംഗങ്ങളോടും എല്ലാവരോടും ചേർന്ന് എല്ലാവർക്കും ആദ്യമേ തന്നെ ഈ അതിരൂപതാ ദിനത്തിന്റെ എല്ലാവിധ ആശംസകളും മംഗളങ്ങളും ഞാൻ നേരുന്നു. നേരത്തെ തട്ടിൽപിതാവ് പറഞ്ഞതുപോലെ ഈ കുടുംബത്തിന്റെ അംഗം തന്നെയാണ് ജസ്റ്റിസ് കുര്യൻ ജോസഫ്. അത് കുണ്ടുകുളം പിതാവിന്റെ കാലത്ത് ഇവിടെ ഒരു കുഞ്ഞായി തന്നെ ഇവിടെ എല്ലാം കളിച്ച് വളർന്നിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ജസ്റ്റിസ് കുര്യൻ ജോസഫ് തീർച്ചയായിട്ടും അതിരൂപത അംഗമാണ് എന്നതിനെക്കുറിച്ച് യാതൊരു സംശയവുമില്ല. അതിരൂപതാ ദിനം അതൊരു തിരിഞ്ഞു നോട്ടത്തിന്റെ, ഒരു തിരിച്ചറിവിന്റെ, തിരിച്ചെടുക്കലിന്റെ, തീരം തേടലിന്റെ ഒക്കെ അവസരമാണ്. കഴിഞ്ഞ ഒരു വർഷകാലഘട്ടത്തെക്കുറിച്ചുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഒരു തിരിഞ്ഞു നോട്ടം. ആദ്യമേ തന്നെ ബഹുമാനപ്പെട്ട ജിജു അച്ഛന്റെ നേതൃത്വത്തിൽ മനോഹരമായി തന്നെ കഴിഞ്ഞ ഒരു വർഷകാലഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ ഇവിടെ വിഷ്വൽ മീഡിയയിൽ അവതരിപ്പിച്ചു. ജിജു അച്ഛന് പ്രത്യേകമായ വിധത്തിൽ ഞാൻ അനുമോദനം അർപ്പിക്കുക. മനോഹരമായി സംക്ഷിപ്തമായി തന്നെ അവതരിപ്പിക്കുകയുണ്ടായി. നമുക്ക് കഴിഞ്ഞ ഒരു വർഷകാലഘട്ടത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഉയർച്ച താഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്, സന്തോഷവും സങ്കടവും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മൾ വളരെ പ്രതീക്ഷയോടെ മുന്നോട്ട് പോവുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൃശൂരിലേക്ക് വന്ന ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടു. ജോൺ 23-ാമൻ പാപ്പ തൃശൂരിനും പ്രിയപ്പെട്ടവരാണ്. 2 വിശുദ്ധരെ ലഭിച്ചു. 2 പേര് വിശുദ്ധ പദവിയിലേക്ക് ഏറ്റവും അടുത്ത് തന്നെ നമുക്ക് ലഭിക്കുന്നു. നമ്മുടെ സ്വന്തം എവുപ്രാസ്യമ്മ ചാവറേച്ചിനും നമ്മുടെ സ്വന്തമാണ്. ഈ അവസരത്തിൽ ദൈവത്തിന് നന്ദി പറയാനുള്ള അവസരമാണ്. ഈ വർഷം നമ്മൾ കണ്ടത് ഒരു പുതിയ ശൈലിയുടേതാണ്, ശൈലി മാറ്റത്തിന്റേത്. ഫ്രാൻസിസ് മാർപ്പാപ്പ സാർവത്രിക സഭയ്ക്ക് നൽകിയ ശൈലി മാറ്റം നമ്മുടെ അതിരൂപതയിലും കുറെയൊക്കെ പ്രകൃതമായി എന്നുള്ളതിൽ സന്തോഷമുണ്ട്. അത് നവസുവിശേഷവൽക്കരണത്തിന്റേതാണ്. നേരത്തെ ആ ചിത്രീകരണത്തിൽ മനസ്സിലാക്കിയതുപോലെ ദരിദ്രരുടെ സഭ ദരിദ്രരോടൊപ്പമാകാൻ വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കാൻ നമ്മൾ ഈ കഴിഞ്ഞ വർഷത്തിൽ വളരെയേറെ പരിശ്രമിച്ചതിൽ കുറേയേറെ വിജയം കണ്ടു എന്നതിലുള്ള സന്തോഷം ഇത്തരുണത്തിലുണ്ട്. ഇത് കൂട്ടായ്മയുടെ അവസരമാണ്. ഒന്നായി നമ്മൾ പ്രവർത്തിക്കുകയാണ്. തുടർന്ന് ഈ അതിരൂപത നൗകയെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ അവസരത്തിൽ നമുക്ക് വേണ്ടി സ്തുത്യർഹമായ സേവനം ചെയ്ത് മൺമറഞ്ഞു പോയവരെ മോൺസിഞ്ഞൂർ തോമസ് തലച്ചിറയെ പോലെയുള്ളവരെ, ചാടുരച്ചനെ പോലെയുള്ള മഞ്ഞലച്ചനെ പോലെയുള്ളവരെ, ധാരാളം സമർപ്പിതരെ, ആത്മായ നേതാക്കളെ ഒക്കെ നാം പ്രത്യേകം ഓർക്കുകയാണ്. ഈ ജൂബിലി വർഷം നമുക്കൊരു വർഷത്തെക്കുറിച്ച് വിലയിരുത്തുക മാത്രമല്ല, ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ട് വിഭാവന ചെയ്യാനുള്ളതാണ്. നേരത്തെ തട്ടിൽ പിതാവ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ തട്ടിൽ പിതാവ് തന്നെ ഇതാ പുതിയ ജോലി ഏറ്റെടുത്തതിന് ശേഷം ആളതി ഇവിടെ കാണാനില്ല. എനിക്കൊരു പേടിയുണ്ട്, ഇനി സഹായമെത്രാന്മാരെ ചോദിക്കണോ വേണ്ടേ. 3 പേർക്ക് വേണ്ടി ശുപാർശ ചെയ്തു. തൂങ്കുഴി പിതാവിന് അറിയാം. 3 പേരും ഇപ്പൊ അതില് പകുതിയായി തട്ടിൽ പിതാവ്. ബോസ്കോ പിതാവ് ഇതാ വളരെ സ്തുത്യർഹമായ രീതിയിൽ തന്നെ നൽവണ്ടൂപതയിൽ ആരംഭം കുറിച്ചു. ആൽപ്പാട്ട് പിതാവ് രാമദാവ് വരുത്ത്. ഇപ്പോൾ തട്ടിൽ പിതാവ് അവിടെ പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഡൽഹിയിൽ ഇപ്പൊ CBCIയുടെ ആ മീറ്റിംഗ് കൂടിയപ്പോൾ ഏതായാലും തട്ടിൽ പിതാവ് വന്നതിന് ശേഷം ലത്തീൻ മെത്രാന്മാർക്ക് എന്തോ ഒരു താല്പര്യം കൂടിയിട്ടുണ്ട്. അത് വളരെ സന്തോഷമുണ്ട്. എനിക്കത് സന്തോഷമായി തന്നെ പറയാനാണ്. ഇനി എങ്ങനെയൊക്കെയാണ് എവിടേക്കൊക്കെയാണ് പോകുന്നതെന്ന് എനിക്ക് അറിയില്ല. കാരണം ഓരോ ദിവസവും ഇപ്പോൾ പുതിയ മേഖലകളാണ് തട്ടിൽ പിതാവ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരുടെയും പേരിൽ ഇനിയും എല്ലാവിധ ആശംസകൾ തട്ടിൽ പിതാവിനും ഒപ്പം ബോസ്കോ പിതാവിനും നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഞ്ഞൾ പിതാവിനും ഫ്രാങ്കോ പിതാവിനും ഒക്കെ ഞാൻ നേരുകയാണ്. വൈദികരുടെ കൂട്ടായ്മയിലാണ് അതിരൂപത. തൃശൂർ അതിരൂപതയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, എനിക്ക് ചെയ്യാൻ ഉണ്ടെങ്കിൽ അതിൽ പ്രധാനമായിട്ടും അതിരൂപതയുടെ വൈദികരുടെ കൂട്ടായ പ്രവർത്തനമാണ്. അതുകൊണ്ട് തൃശൂർ അതിരൂപതയില് വൈദികർ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അതിരൂപത പ്രവർത്തനക്ഷമമാകുകയില്ല.
നമുക്ക് വലിയ സന്തോഷമുണ്ട്. ഇത്തവണ കൂടുതൽ വൈദികരെ ലഭിച്ചിട്ടുണ്ട്. 15 പേർ രൂപതയ്ക്ക് തന്നെ വൈദികരായി. മിഷൻ പ്രവർത്തനത്തിന് വൈദികർ ധാരാളമായി ലഭിച്ചു. ഈ വർഷം സന്തോഷത്തോട് പറയട്ടെ, നമുക്ക് നമ്മുടെ അതിരൂപതയിൽ നിന്ന് ദൈവവിളികളും ധാരാളമായിട്ടുണ്ടായിട്ടുണ്ട്. ഈ വർഷം ഞാൻ തൃശൂർ രൂപതയ്ക്ക് തന്നെ ഈ വർഷം കാൻഡിഡേറ്റ്സ് ആയിട്ട് തെരഞ്ഞെടുത്തത് 41 പേരെയാണ്. ഒപ്പം 10-12 പേര് മറ്റു രൂപതകൾക്കായിട്ടും ഇത് നൽകാനായിട്ട് പറഞ്ഞു വെച്ചിരിക്കുക. ദൈവം വളരെയേറെ നമ്മുടെ രൂപതയെ അനുഗ്രഹിക്കുന്നുണ്ട്. വീഴ്ചകളും പോരായ്മകളും നമുക്കുണ്ട്, വേദനകളും ദുഃഖങ്ങളുമുണ്ട്. എങ്കിലും ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. സമർപ്പിതരുടെ സേവനം നിസ്സാരമല്ല. ഈ അവസരത്തില് നമ്മുടെ സമർപ്പിതർ ഒറ്റക്കെട്ട്, ചിലപ്പോഴൊക്കെ അസ്വാരസ്യങ്ങളൊക്കെ കഴിഞ്ഞ ചില കാലഘട്ടങ്ങളിൽ ഉണ്ടെങ്കിലും അതെല്ലാം മാറി വളരെയേറെ സന്തോഷത്തോടെ തന്നെ ഒരു ഒറ്റ ടീമായി അതിരൂപത സമർപ്പിതർ, വൈദികർ, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ് എല്ലാവരും ഒരുമിച്ച് തന്നെ പോവുകയാണ്. നമ്മുടെ അതിരൂപതയിൽ തന്നെ ബഹുമാനപ്പെട്ട പോൾ ആച്ചാണ്ടിയച്ചൻ CMI സമൂഹത്തിന്റെ ജനറലായി തീർന്നപ്പോൾ നമുക്കെല്ലാവർക്കും വലിയ അഭിമാനമുണ്ട്. നല്ല നേതൃത്വ നിരയിലുള്ള സമർപ്പിതര്, സിസ്റ്റേഴ്സ്, പ്രത്യേകിച്ച് ജനറൽമാരും പ്രൊവിൻഷ്യൽമാരുമൊക്കെ ആയിട്ട് വൈദികരും സന്യാസ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് വലിയ നേതൃത്വമുള്ള അൽമായ നേതാക്കളെ കഴിഞ്ഞ വർഷം നമുക്ക് ലഭിക്കുകയുണ്ടായി. സഭാതാരങ്ങളുടെ കാര്യം ഞാൻ നമുക്ക് പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം സൂചിപ്പിക്കുകയുണ്ട്. ബഹുമാനപ്പെട്ട ലാസർ മാഷും എലിസബത്ത് ടീച്ചറും. ഒപ്പം പുതിയ നേതൃത്വം നമുക്കിതാ വളർന്നു വരുന്നു എന്ന് കാണുന്നതിലുള്ള സന്തോഷം ഞാൻ നിങ്ങളുടെ മുമ്പിൽ രേഖപ്പെടുത്തുകയാണ്. വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നമ്മുടെ സംഘടനകൾ. കഴിഞ്ഞൊരു വർഷത്തിൽ മറ്റു വർഷങ്ങളേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ സംഘടനകളെ കുറച്ചുകൂടി ഒരു ഉണർവുണ്ടായിട്ടുണ്ട്. എങ്കിലും അത് പോരാ. AKCCയെ വലിയ പ്രതീക്ഷയോടെയാണ് സഭ നോക്കിക്കാണുന്നത്, സമൂഹം നോക്കിക്കാണുന്നത്. നമ്മുടെ സഭയുടെ എല്ലാ മേഖലകളിലും ഇനി AKCC പ്രവർത്തിക്കണമെന്നും അതുകൊണ്ട് തന്നെ സിനഡ് തീരുമാനിച്ച പോലെ കഴിഞ്ഞ അതിന്റെ മെയ് 4-ാം തീയതി ആലഞ്ചേരി പിതാവ് പറയുകയായിരുന്നു, തൃശൂരിലെ AKCC ശക്തമാണെങ്കിൽ കേരളത്തിലെ സീറോ മലബാർ സഭയിലെ അൽമായ നേതൃത്വം ശക്തമായി മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ പിതാക്കന്മാര് തൃശൂരിന് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നോക്കുന്നത്. അതിൽ നിങ്ങളുടെ എവരുടെയും സഹായ സഹകരണങ്ങൾ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ സംഘടനകളും, മാതൃസംഘം അടക്കം വനിതാ സംഘടനകൾ, യുവജന സംഘടനകളൊക്കെ ഈ ഒരു വർഷം കുറെ കൂടി കാര്യക്ഷമമായി എന്ന് ഞാൻ വിലയിരുത്തുകയാണ്. വലിയ സന്തോഷമുണ്ട്. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് വരണമെങ്കിൽ ഇനിയും ഒത്തിരി പ്രവർത്തിക്കേണ്ടിയിരിക്കും. യുവജനങ്ങൾ മുന്നോട്ട് വരണം. പുതിയ മേഖലകൾ ഇതവർക്കായി വെട്ടിത്തുറന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ആധുനിക മാധ്യമ രംഗത്ത്, IT രംഗത്ത് നവസുവിശേഷവൽക്കരണം നടത്താൻ പ്രത്യേകിച്ച് ജീസസ് യൂത്തിന് പുതിയ മേഖലകളിൽ സാധിക്കും. നമ്മുടെ ഈ വർഷത്തിൽ തന്നെ പ്രത്യേകിച്ച് കുടുംബങ്ങളോട് പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കാനായിട്ട് നമ്മൾ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ഒരു സിനഡ് തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ വിളിച്ചുകൂട്ടിയിരിക്കുന്നത് കുടുംബങ്ങളുടെ പ്രതിസന്ധി കണ്ടിട്ടാണ്. ഒരു 92,000-ഓളം കുടുംബങ്ങളാണ് നമ്മുടെ അതിരൂപതയിലുള്ളത്. പക്ഷേ നമ്മുടെ കണക്കുകൾ എടുക്കുമ്പോൾ വളരെയേറെ വേദന തോന്നുന്നു. ഇന്നലെ രാത്രി കേട്ട ഒരു സ്ഥിതിവിവര കണക്ക് ടെലിവിഷനിൽ റിപ്പോർട്ടർ ചാനലില് ഞാൻ പെട്ടെന്ന് കണ്ണ് തുറന്നു നോക്കിയപ്പോ എന്താണെന്ന് അറിയില്ല, നേരം വെളുത്തുന്ന കരുതി. പക്ഷെ 11:30 ആയിട്ടുള്ളൂ. അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു ന്യൂസാണ്, അല്ല 11 മണി. ആ ന്യൂസില് കേരളത്തിന്റെ സ്ഥിതിവിവര കണക്ക് കേട്ടു, മതാധിഷ്ഠാനത്തിലുള്ള സ്ഥിതിവിവര കണക്ക്. എന്നെ പേടിപ്പെടുത്തി. ഞാൻ ഇതുവരെ പറഞ്ഞിരുന്നതിനേക്കാളൊക്കെ ക്രൈസ്തവരുടെ സാന്നിധ്യം അത് 61-ൽ 24% ഉണ്ടായിരുന്ന 17.3% ചുരുങ്ങി. കുട്ടികളുടെ എണ്ണം വളരെയേറെ ഭീകരമായ രീതിയിലേക്ക് കുറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുടുംബങ്ങളോട് പ്രത്യേകമായ വിധത്തിൽ പ്രതിബദ്ധത അല്ലെങ്കിൽ കുടുംബങ്ങളെ ശാക്തീകരിക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമായിരിക്കുന്നു. നമ്മളെ കുട്ടികൾ വളരെ കുറഞ്ഞിരിക്കുന്നു. ഉള്ള യുവതി യുവാക്കൾ തന്നെ പ്രവാസികളായിത്തീരുന്നു, ഒരു നല്ല ശതമാനം. ഈ പശ്ചാത്തലത്തില് നമുക്ക് വലിയൊരു പ്രതീക്ഷ നൽകുന്നതാണ് ലീജിയൻ ഓഫ് അപ്പസ്റ്റോലിക് ഫാമിലീസ് എന്നുള്ള ആ പുതിയ സമർപ്പിത കുടുംബങ്ങളുടെ രൂപീകരണം. നമ്മുടെ ജസ്റ്റിസ് കുര്യൻ ജോസഫിന്റെ മോളും അതിലെ ഈ 5 കുടുംബങ്ങളിൽ ഒരാളാണ് എന്നുള്ള വലിയ സന്തോഷം. ഈ കുടുംബങ്ങളുടെ ശാക്തീകരണത്തിന് ജസ്റ്റിസ് കുര്യൻ ജോസഫ് ഞാൻ മോളോട് ചോദിച്ചു എങ്ങനെയാണ്. അപ്പോൾ അതിനെ വളരെ സന്തോഷത്തോടു കൂടി തന്നെ പറഞ്ഞു, അതിനെ ഈ കാലഘട്ടത്തിൽ വളരെ ആവശ്യമായിരിക്കുന്ന ഒന്നാണെന്നാണ് ജസ്റ്റിസ് കുര്യൻ ജോസഫ് എന്നോട് പറഞ്ഞത്. മകളെ വളരെയേറെ പ്രോത്സാഹിപ്പിച്ചത്. ഈ കാലഘട്ടത്തില് കുടുംബ കൂട്ടായ്മകൾ കൂടുതൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കണം.
ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് എന്റെ വിലയിരുത്തല്. പ്രവാസികളുടെ മേഖലകളിലേക്ക് ഇറങ്ങിത്തിരിക്കാനുള്ള ആഹ്വാനം തന്നെയാണ് പ്രവാസികൾക്ക് ഇത്തരുണത്തില് അതിരൂപത പുരസ്കാരം അതിലൊരു വ്യക്തിയേക്ക് മാതൃകാപരമായ വ്യക്തിക്ക് കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചത്. വിദ്യാഭ്യാസ രംഗം കലുഷിതമാണ്. ഇന്ന് കേരള കാത്തലിക് ബിഷപ്സ് കൗൺസിലിന്റെ വിദ്യാഭ്യാസ രംഗത്തിന്റെ ചെയർമാൻ എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ തുടർന്നും ഇപ്പോൾ മുഖ്യമന്ത്രിയുമായിട്ട് പല പ്രാവശ്യം സംസാരിക്കേണ്ടി വന്നിരിക്കുകയാണ്. കലുഷിതമായിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പലതും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ തന്നെ പലരും എന്നെ അവിടെ പ്രതിസന്ധികൾ കൊണ്ട് വിളിക്കുകയുണ്ടായി. നമുക്ക് എങ്കിലും നമ്മുടെ അതിരൂപതയിലെ സ്ഥാപനങ്ങളെക്കുറിച്ച് നമുക്ക് അഭിമാനമുണ്ട്. അത് നമ്മുടെ 2 മെഡിക്കൽ കോളേജുകളെ കുറിച്ച്, എഞ്ചിനീയറിംഗ് കോളേജുകളെ കുറിച്ച്, നഴ്സിംഗ് കോളേജുകളെ കുറിച്ച്, നമ്മുടെ സ്കൂളുകളെ കുറിച്ച്, അതുപോലെ തന്നെ അത് എയ്ഡഡ് മേഖലയിലും അൺഎയ്ഡഡ് മേഖലയിലും നല്ല വിജയ ശതമാനം നമുക്ക് കൈവരിക്കാനായി, ഒപ്പം തന്നെ മൂല്യാധിഷ്ഠിതമായ വിദ്യാഭ്യാസ രംഗത്തുള്ള പ്രവർത്തനം, നമുക്ക് അതിൽ സന്തോഷമുണ്ട്. മിഷൻ പ്രവർത്തനത്തെക്കുറിച്ച് പറയുകയുണ്ടായി. നമുക്ക് 65 ലക്ഷം രൂപ ചെലവ് ചെയ്ത് ചാന്ദരൂപതയിലെ നമ്മൾ ചെയ്ത സേവനം ഞാൻ അന്ന് അച്ഛന്മാരോട് സൂചിപ്പിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട വൈകാരണച്ചൻ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിരുന്നു. നമ്മൾ അത് വെഞ്ചരിച്ച് കുട്ടികൾ മാറി താമസിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ആ കുട്ടികൾ താമസിച്ചിരുന്ന പഴയ കെട്ടിടം ഒരു പഴയ കോൺക്രീറ്റ് കെട്ടിടമാണ്. അത് അങ്ങനെ തന്നെ രാത്രിയിൽ ഇടിച്ചു പൊളിഞ്ഞ് വീണപ്പോൾ നമ്മുടെ വൈകാരണച്ചൻ വിളിച്ചു പറഞ്ഞു, പിതാവേ ദൈവത്തിന് നന്ദി പറയും, കാരണം നാം ചെയ്ത സേവനം അത്രയും ഉപകാരപ്രദമായ ആ കുട്ടികളെ മാറ്റി പാർപ്പിക്കാൻ സാധിച്ചില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു. ബഹുമാനപ്പെട്ട അഭിമന്യ തട്ടിൽ പിതാവ് ഇപ്പോൾ മിഷൻ രംഗങ്ങളിലേക്ക് പോവുകയാണ്. പുതിയ മിഷൻ രംഗമൊക്കെ തൃശ്ശൂർക്കാരെ ഏൽപ്പിക്കണമെന്നാണ് തട്ടിൽ പിതാവ് പറഞ്ഞത്. ഏത് സ്ഥലമാണെന്ന് അറിയില്ല. ഞാൻ പിതാവിനോട് പറഞ്ഞിരിക്കുന്ന ഏത് സ്ഥലവും തന്നോ തൃശ്ശൂർക്കാരെ ഏറ്റെടുക്കാൻ തയ്യാറാണ്, അല്ലേ? അതുകൊണ്ട് സന്തോഷത്തോടു കൂടി തന്നെ മിഷൻ രംഗത്തേക്ക് ഇനി ശക്തമായിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമ്മുടെ പൊതുസമൂഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ നിവൃത്തിയില്ല. രാഷ്ട്രീയ രംഗത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. ജനാധിപത്യത്തിന്റെ ശക്തിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കേണ്ടവര് പഠിക്കണമെന്നുള്ള ആഹ്വാനം തന്നെയാണ് എനിക്ക് അവരോട് നൽകാനുള്ളത്. പലപ്പോഴും നമ്മുടെ ഈ സമൂഹം വേണ്ട തരത്തിൽ പരിഗണിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ തഴയപ്പെടുന്നു. നമ്മുടെ പല പള്ളികൾക്കും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അതിനെ പരിഹരിക്കാനുള്ള സാഹചര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ടാകുന്നില്ല എന്ന് കാണുമ്പോഴുള്ള വേദനയിൽ തന്നെയാണ് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണമെന്നും നമുക്ക് ആവശ്യമായിട്ടുള്ള പരിഗണനകൾ നൽകണമെന്നും ഇല്ലെങ്കിൽ എന്തായിരിക്കുമെന്നൊക്കെ ചിന്തിക്കണമെന്നും ബന്ധപ്പെട്ടവരോട് തന്നെ പറയാനുള്ളത്. നമുക്ക് നവസുവിശേഷവൽക്കരണത്തിന്റെ കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ രംഗത്തും ആതുര ശുശ്രൂഷ രംഗത്തും മാത്രം നമ്മൾ നവസുവിശേഷവൽക്കരണം നടത്തിയാൽ പോരാ. അത് രാഷ്ട്രീയ രംഗത്ത്, അത് സാമൂഹിക രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, കാർഷിക രംഗത്ത്, എല്ലാ മേഖലകളിലും നമ്മൾ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് പഞ്ചായത്ത് തലം മുതൽ തന്നെ ശക്തമായി ഒറ്റക്കെട്ടായി നിൽക്കാനുള്ള ആഹ്വാനമാണ് ഈ അതിരൂപതാ ദിനത്തിന്റെ അവസരത്തിലും എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ളത്. കാർഷിക രംഗം നമ്മുടെ ഒരുപാട് സഹോദരരെ, പ്രത്യേകിച്ച് കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ മറ്റു പശ്ചാത്തലത്തിൽ വേദനിക്കുകയാണ്. ഈ അവസരത്തിൽ അതിരൂപത ദിനം ആചരിക്കുമ്പോൾ കാർഷിക രംഗത്തെ ശക്തിപ്പെടുത്താൻ, നമുക്ക് മാലിന്യമില്ലാത്ത വിഷമില്ലാത്ത ഭക്ഷണം കഴിക്കാൻ, അതിനുള്ള ഭക്ഷ്യവസ്തുക്കൾ നമുക്കുണ്ടാകാൻ കേരളത്തിന് ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കണം. അതോടൊപ്പം മനുഷ്യനെ രക്ഷപ്പെടുത്തിയിട്ട് മനുഷ്യന് ജീവിക്കാനുള്ള അവസരം കൂടി ഉണ്ടാകണമെന്ന് പറയാവുന്ന വൃത്തിയില്ല. മാധ്യമരംഗത്ത് നമുക്ക് ഇനിയും ശക്തി ആർജിക്കേണ്ടിയിരിക്കുന്നു. നമുക്കുണ്ടായിരുന്ന ജീവൻ ദീപ് നഷ്ടപ്പെട്ടതിലുള്ള വേദന കുറച്ചൊന്നുമല്ല. കത്തോലിക്കാ സഭ പത്രത്തിന്റെ പ്രവർത്തനത്തെ ഞാൻ വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഈ അതിരൂപത ദിനത്തിന്റെ അവസരത്തിൽ നോക്കിക്കാണുന്നത്. സോഷ്യൽ മീഡിയയിലേക്ക് നമ്മുടെ കരുത്തുറ്റ യുവജനങ്ങളെ, പ്രത്യേകിച്ച് കർമ്മനിരതരായിട്ടുള്ളവരെ, വ്യക്തമായ ബോധ്യമുള്ളവരെ, ജീസസ് യൂത്ത് പോലുള്ളവരെ, പ്രത്യേകിച്ച് സന്യസ്തരെയും ഈ മേഖലയിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. സാമൂഹ്യ സേവന രംഗം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിബദ്ധതയുള്ള രംഗമാണ്. നേരത്തെ ജിജു അച്ഛൻ നടത്തിയ ആ ചിത്രീകരണത്തിൽ സൂചിപ്പിച്ചതുപോലെ വളരെയേറെ പാവപ്പെട്ടവരെ സഹായിക്കാൻ ഏകദേശം 28 കോടിയോളം രൂപ തന്നെ ഈ ഒരു വർഷം നമുക്ക് പാവപ്പെട്ടവർക്ക് വേണ്ടി ചെലവഴിക്കാൻ സാധിച്ചു എന്നതിലുള്ള വലിയ സന്തോഷം ഞാൻ രേഖപ്പെടുത്തട്ടെ. അതുപോരാ, ഫ്രാൻസിസ് പാപ്പ പറയുന്ന പോലെ എല്ലാ പള്ളികളിലും
ഇനി പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പദ്ധതികൾ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടിയിരിക്കുന്നു. സാംസ്കാരിക രംഗത്ത് ഒരു പുതുമ ഈ ഒരു വർഷം നടപ്പിലായിട്ടുണ്ട്. പല പള്ളികളിലും ഇപ്പോൾ ഈ ഇടവക്കാർ തന്നെ നാടകം അഭിനയിച്ച്, ചില ഇടവകളിൽ ചിറ്റാറ്റുകര പോലെയുള്ളവർക്ക് എല്ലാവരും തന്നെയാണ്, കന്യാസികൾ അടക്കം അഭിനയിച്ചു എന്നാണ് ഞാൻ കേട്ടെ. എല്ലാ ഇടവകങ്ങളും ഈ ഒല്ലൂരിന്റെ ഭാഗത്ത് തന്നെ ചിയാരത്തും പനംകുറ്റിച്ചെറിയൊക്കെ ഇപ്പോൾ മറ്റു പല പള്ളികളിലും അതൊരു പുതുമയാണ്. വലിയ സന്തോഷമുണ്ട് നമുക്ക് ആ പ്രവർത്തനത്തിൽ നമുക്ക് മുന്നോട്ട് പോയി എന്നുള്ളതിന്. ഞാൻ പറയുന്നത് സാന്ത്വനത്തിന്റെ മേഖല, നമ്മുടെ പ്രത്യേകിച്ചും പാവപ്പെട്ടവരെ സഹായിക്കുന്നതിൽ സാന്ത്വനത്തിന്റെ നേതൃത്വത്തിൽ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നുണ്ട്. എല്ലാ ഇടവുകളിലും സോഷ്യൽ ആക്ഷന്റെ യൂണിറ്റ് ഉണ്ടായിട്ടും പ്രവർത്തിക്കണമെന്ന് ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. ഞാൻ നിർത്തുകയാണ്. തട്ടിൽ പിതാവ് പുരസ്കാരം നൽകിയിട്ടുള്ളവരെ കുറിച്ച് സൂചിപ്പിച്ചതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. ഇനി ആശംസകൾ ഇവർക്ക് ഈ 6 പേർക്കും വേറെ ആരും നൽകുന്നില്ല. അതുകൊണ്ട് ആരുടെയും മറുപടിയുമില്ല. ഞാൻ ഈ പുരസ്കാരം നൽകുന്നവർക്ക് 1-2 വാക്കുകൾ കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. കാരണം എല്ലാവർക്കും വേണ്ടി തട്ടിൽ പിതാവ് ഞാനും മാത്രമേ ആശംസ നൽകുന്നുള്ളൂ. മറുപടി അവരുടെ ആ സുന്ദരമായ ചിരിയോടുകൂടി നമ്മൾ സ്വീകരിക്കുകയും ചെയ്യും. ബഹുമാനപ്പെട്ട പോൾ മാറോക്കിയച്ചിനെ കുറിച്ച് പറഞ്ഞു. തട്ടിൽ പിതാവ് പറഞ്ഞ അതേ വാക്കുകൾ തന്നെ എനിക്കും പറയാനുള്ളൂ. ഉത്തമനായ വൈദികൻ, കോട്ടയം സെമിനാരിയിൽ നല്ലൊരു ഗ്രന്ഥകാരൻ, ഒരു നല്ലൊരു ശാസ്ത്രജ്ഞനാണ് കേട്ടോ. ഞാൻ കൂടുതൽ പറയുന്നില്ല. നമുക്ക് എല്ലാവർക്കും, എല്ലാ വൈദികർക്കും മാതൃകാ പുരുഷനായിട്ടുള്ള പ്രിയപ്പെട്ട മാറോക്കിയച്ച അതിരൂപത അങ്ങയെക്കുറിച്ച് അഭിമാനിക്കുകയാണ്. എല്ലാവരുടെയും പേരില്, നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിന്റെ ഭാഷയിലുള്ള വലിയൊരു കയ്യടിയോടുകൂടി മാറോക്കിയച്ച ഹൃദയത്തിന്റെ ഭാഷയിൽ എല്ലാവിധ ആശംസകളും മംഗളങ്ങളും നേരും. ബഹുമാനപ്പെട്ട സിസ്റ്റർ മേരി തൃക്കൂക്കാരന് കുട്ടികളുടെ അമ്മ 44 കൊല്ലം ഉണ്ടായിരുന്നു. പക്ഷെ കുട്ടികളുടെ അമ്മയായിട്ട് അത് പരിശീലന കാലഘട്ടത്തില് 41 വർഷമാണ്. അവളെ കാണാനില്ല. ഒന്ന് മുന്നിലേക്ക് വന്ന് നിന്നാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പറയുക, മദർ തെരേസയെ കാണണോ നിങ്ങൾക്ക്? ഇന്ന് കാണണോ? ഈ അമ്മയെ നോക്കിയാൽ മതി. 4000-ത്തിലധികം കുട്ടികളെ പ്രസവിച്ച് വീണ, അല്ലെങ്കിൽ അമ്മത്തൊട്ടിൽ നിന്ന് വീണ കുട്ടികളെ വളർത്തി വലുതാക്കിയിട്ടുള്ള ഇത് ഈ അമ്മയെ പിന്നെ എതെന്ന് വിളിക്കുക സിസ്റ്റർ മേരി തൃക്കുകാരൻ. ശരിക്കും ഈ കാലഘട്ടത്തിൽ സമർപ്പിത ജീവിതം എന്താണ് എന്നറിയണമെങ്കിൽ വേറെ ഒരു സ്ഥലത്തേക്ക് പോയിട്ടില്ല. ഈ കുട്ടികളുടെ കൂട്ടത്തിൽ മാത്രം 41 വർഷം മറ്റെങ്ങും പോകാതെ ആ കുട്ടികളെ മാത്രം ഓമനിച്ച് പരിപാലിച്ച് വളർത്തിയിട്ടുള്ളത് ഒരു സിസ്റ്ററാണെങ്കിൽ എന്താണ് ക്രൈസ്തവ ജീവിതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അമ്മയെ നോക്കിയാൽ മതി. സിസ്റ്റർ മേരി തൃക്കൂക്കാരൻ ഞങ്ങളുടെ എല്ലാവരുടെയും പേര് ചെറിയ കയ്യടി ഒന്ന് കൊടുത്താൽ പോരാ. എല്ലാവരുടെയും പേര് സിസ്റ്റർ മേരി തൃക്കൂക്കാരന് എല്ലാവിധ ആശംസകളും മംഗളങ്ങളും നേരും. പ്രൊഫസർ PC തോമസ്, ഞാൻ ഒരു സംഭവം മാത്രമേ പറയുന്നുള്ളൂ. ഞാൻ പുത്തമ്പള്ളി വികാരിയായിട്ട് വന്നത് 1997-ലാണ്. വന്നു കഴിഞ്ഞ വഴിക്ക് മറ്റു പല അച്ഛന്മാരും പറയുന്നത് പോലെ ഞാനും പറഞ്ഞു, കാറ്റഗിസത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇവിടെ ഈ എൻട്രൻസ് കോച്ചിങ് കാരണം കാറ്റഗിസം വേണ്ട തരത്തിൽ നടക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ PC തോമസ് മാസ്റ്ററോട് സ്വല്പം വിരോധമായിട്ട് തന്നെ പറയുകയും, മാത്രമല്ല മാസ്റ്ററുടെ ഈ കോച്ചിങ് ആണ് കാറ്റഗിസത്തിന് പ്രശ്നമുണ്ടാക്കുന്നത് എന്ന് ഞാൻ പറയുകയും അതിനി എങ്ങനെയാണ് തടസ്സം നിൽക്കേണ്ടതെന്ന് ഞാൻ ചോദിക്കുകയും ചെയ്തു. ഏകദേശം ഒരു വർഷം മെയ് മാസത്തിൽ വന്ന കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഡിസംബർ മാസം ആയപ്പോഴേക്കും മാസ്റ്റർ എന്താണ് ഈ എൻട്രൻസ് കോച്ചിങ്ങിൽ ചെയ്യുന്നത് എന്ന് അടുത്ത് പരിചയപ്പെടാൻ കാരണമായി. അത് കഴിഞ്ഞപ്പോൾ അടുത്തറിഞ്ഞു കഴിഞ്ഞപ്പോൾ മനസ്സിലായി PC തോമസ് മാസ്റ്റർ അവിടെ ചെയ്യുന്നത് എൻട്രൻസ് കോച്ചിങ് മാത്രമല്ല, അതിനേക്കാൾ അപ്പുറത്ത് ഈ രാഷ്ട്രത്തിന് ഉത്തമ പൗരന്മാരെ വാർത്തെടുക്കുക മാത്രമല്ല, അതിനേക്കാൾ അപ്പുറത്ത് നല്ലൊരു മിഷണറിയായി, സുവിശേഷ പ്രഭാഷകനായി കുട്ടികൾക്ക് സഭയുടെ പഠനം കത്തോലിക്കർക്ക് കൃത്യമായി യാതൊരു വ്യത്യാസമില്ലാതെ കാറ്റഗിസം ക്ലാസ്സിൽ നടക്കുന്നതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ നടക്കുകയാണ്. മാസ്റ്റർ എന്നോട് സൂചിപ്പിച്ചു, എനിക്ക് അവിടെ കുട്ടികൾക്ക് കുർബാന ചൊല്ലിയാൽ അർപ്പിച്ചാൽ കൊള്ളാമെന്ന്. ഞാൻ മാസ്റ്റർ വിളിച്ച് അവിടെ അരമനേൽക്കി തൂങ്കുഴി പിതാവിന് അപേക്ഷ എഴുതി കൊടുത്തത് ഞാൻ തന്നെയാണ്.
അന്ന് മാസ്റ്ററുടെ സെന്ററിൽ കുർബാന ചെല്ലാനായിട്ട് അനുവാദം കൊടുത്തത്, അപേക്ഷ എഴുതി കൊടുത്തത് ഞാൻ തന്നെയാണ്. കാരണം അത്രമാത്രം അടുത്തറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആരാണ് പി സി തോമസ് മാസ്റ്റർ എന്നുള്ള ബോധ്യം. പി സി തോമസ് മാസ്റ്ററെ ഞങ്ങളെ ഈ ഒരു കൊച്ചു സംഭവത്തോടുകൂടി ഞാൻ ഇനി വിശദീകരണങ്ങളൊക്കെ നിർത്തുക. നവസുവിശേഷവൽക്കരണത്തിന്റെ ഏറ്റവും ഉദാത്തമായി മാതൃകയായി പ്രവർത്തിക്കുന്ന തോമസ് മാസ്റ്റർ ഞങ്ങൾ എല്ലാവരുടെയും പേരിൽ ഹൃദയത്തിന്റെ ഭാഷയിലുള്ള അനുമോദനങ്ങളും ആശംസകളും നന്ദി. ശ്രീ ഡേവിസ് എടക്കളത്തൂര്, അദ്ദേഹം പ്രവാസികൾ KCYM പ്രവർത്തിച്ചു വളർന്നവനാണ്. ദോഹയിൽ പോയി ബിസിനസ്സൊക്കെ നന്നായി. പക്ഷേ നേരത്തെ തട്ടിപ്പിതാവ് സൂചിപ്പിച്ചതുപോലെ വളർന്ന പാത, നടന്ന പാത മറന്നില്ല. അദ്ദേഹം രൂപതയിലെ പല പള്ളികൾക്ക്, സ്ഥാപനങ്ങൾക്ക്, സംഘടനകൾക്ക്, രൂപതയ്ക്ക് നേരിട്ട്, ദീപികയ്ക്ക്, ജീവൻ TV എല്ലാം ചെയ്തിട്ടുള്ള സേവനങ്ങൾ ഒന്നും നിസ്സാരമല്ല. സാമ്പത്തികമായി മാത്രമല്ല, മറ്റു പലതരത്തിലും. അതുകൊണ്ട് തന്നെ ഈ പുരസ്കാരം കൊടുക്കേണ്ടി വന്നപ്പോൾ ഡേവിസ് എടക്കളത്തൂരിനെ തിരഞ്ഞെടുത്തതിനെ കുറിച്ച് അഭിമാനബോധം മാത്രമേ ഉള്ളൂ. ശ്രീ ഡേവിസ് എടക്കളത്തൂർ, ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ശ്രീ ഡേവിസിന് എല്ലാവിധ അനുമോദനങ്ങളും ആശംസകളും. ജോസ് കോട്ടകാരനെ കുറിച്ച് തട്ടിൽ പിതാവ് വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചു. നമ്മുടെ അതിരൂപതയില് ഒരുപാട് സ്ഥാപനം, നമ്മുടെ അതിരൂപതയ്ക്ക് മാത്രമല്ല, നാഷണൽ ലെവൽ സഭയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിന് ചാർട്ടേഡ് അക്കൗണ്ടന്റ്സിന്റെ അസോസിയേഷന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള സേവനങ്ങൾ നിസ്സാരമല്ല. വർഷങ്ങൾ കുറെ അധികമായി അദ്ദേഹം ഈ മേഖലയിൽ KCBC